ഓം ശാന്തി. 23/9/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഉള്ളിൽ ദിനരാത്രം ബാബ ബാബ എന്നത് വന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അപാര സന്തോഷം നിലനിൽക്കും. ബാബ നമുക്ക് കുബേരൻ്റെ ഖജനാവ് നൽകുവാൻ വന്നിരിക്കുന്നു എന്നത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കും. ചോദ്യം: ബാബ ഏത് കുട്ടികളെയാണ് ഓണസ്റ്റ് അഥവാ സത്യതയുള്ള പുഷ്പങ്ങൾ എന്ന് പറയുന്നത്? അവരുടെ അടയാളം കേൾപ്പിക്കൂ. ഉത്തരം: ആരാണോ ഒരിക്കലും മായയ്ക്ക് വശപ്പെടാത്തത്, മായയുടെ സംഘർഷത്തിൽ വരാത്തത്, അവരാണ് ഓണസ്റ്റ് പുഷ്പങ്ങൾ. ഇങ്ങനെയുള്ള ഓണസ്റ്റ് പുഷ്പങ്ങൾ ലാസ്റ്റിൽ വന്നിട്ടും ഫാസ്റ്റായി പോകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. അവർ പഴയവരെക്കാളും മുന്നിൽ പോകുന്നതിൻ്റെ ലക്ഷ്യം വയ്ക്കുന്നു. തൻ്റെ അവഗുണങ്ങളെ നീക്കം ചെയ്യുന്നതിൻ്റെ പുരുഷാർത്ഥത്തിലിരിക്കുന്നു. മറ്റുള്ളവരുടെ അവഗുണങ്ങളെ നോക്കുന്നില്ല. ഓം ശാന്തി. ശിവഭഗവാനുവാച: അത് ആത്മീയ പിതാവാണ്. കാരണം ശിവൻ സുപ്രീം ആത്മാവാണല്ലോ. ബാബ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഗീത കേൾപ്പിക്കുന്ന സന്യാസിമാരും മറ്റും ധാരാളമുണ്ട്. അവർക്ക് ബാബയെ ഓർമ്മിക്കാൻ സാധിക്കില്ല. ബാബ എന്ന വാക്ക് ഒരിക്കലും അവരുടെ വായിൽ നിന്നും വരിക സാധ്യമല്ല. ഈ വാക്ക് തന്നെ ഗൃഹസ്ഥ മാർഗത്തിൽ ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അവരാകട്ടെ നിവൃത്തി മാർഗത്തിലുള്ളവരാണ്. അവർ ബ്രഹ്മത്തെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. വായികൊണ്ട് ഒരിക്കലും ശിവ് ബാബ എന്ന് പറയില്ല. നിങ്ങൾ പരിശോധിച്ചുകൊള്ളൂ. വലിയ വലിയ വിദ്വാൻമാർ, സന്യാസിമാർ, ചിന്മയാനന്ദൻ തുടങ്ങിയവർ ഗീത കേൾപ്പിക്കുന്നു എന്ന് വിചാരിക്കൂ. അവർക്ക് ഗീതയുടെ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് മനസ്സിലാക്കി കൃഷ്ണനുമായി യോജിപ്പിക്കാൻ സാധിക്കുന്നു എന്നല്ല. അങ്ങനെയല്ല. എന്നിരുന്നാലും അവർ ബ്രഹ്മവുമായി യോഗം യോജിപ്പിക്കുന്ന ബ്രഹ്മജ്ഞാനി അഥവാ തത്വജ്ഞാനിയാണ്. ശ്രീകൃഷ്ണനെ എപ്പോഴെങ്കിലും ആരെങ്കിലും ബാബ എന്ന് പറയുക സാധ്യമല്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ ഗീത കേൾപ്പിക്കുന്ന ബാബയല്ലല്ലോ. ശിവനെ എല്ലാവരും ബാബ എന്ന് പറയുന്നു. കാരണം ആ ഒന്ന് സർവ ആത്മാക്കളുടെയും പിതാവാണ്. സർവ ആത്മാക്കളും ആ ഒന്നിനെ പരംപിത പരമാത്മാ എന്ന് വിളിക്കുന്നു. ആ ഒന്ന് സുപ്രീമാണ്, പരമമാണ്. കാരണം പരമധാമത്തിൽ വസിക്കുന്നവനാണ്. നിങ്ങളുമെല്ലാം പരംധാമത്തിൽ വസിക്കുന്നു. എന്നാൽ ആ ഒന്നിനെ പരം ആത്മാ എന്ന് പറയുന്നു. ആ ഒന്ന് ഒരിക്കലും പുനർജന്മത്തിൽ വരുന്നില്ല. സ്വയം പറയുന്നു, എൻ്റെ ജന്മം ദിവ്യവും അലൗകികവുമാണ്. ഇങ്ങനെ ഒരു രഥത്തിൽ പ്രവേശിച്ച് നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ അധികാരിയാകാനുള്ള യുക്തി പറഞ്ഞു തരുന്ന മറ്റാരെങ്കിലും ഉണ്ടാവുക സാധ്യമല്ല. അതിനാൽ ബാബ പറയുന്നു, ഞാൻ ആരാണോ എങ്ങനെയാണോ എന്നെ ആരും അറിയുന്നതേയില്ല. ഞാൻ എപ്പോഴാണോ തൻ്റെ പരിചയം നൽകുന്നത് അപ്പോഴാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ബ്രഹ്മത്തെ അഥവാ തത്വങ്ങളെ മാനിക്കുന്നവർ ശ്രീകൃഷ്ണനെ തൻ്റെ പിതാവായി എങ്ങനെ അംഗീകരിക്കും? ആത്മാക്കളേവരും കുട്ടികളാണല്ലോ. ശ്രീകൃഷ്ണനെ എല്ലാവരും പിതാവ് എന്നെങ്ങനെ പറയും? ശ്രീകൃഷ്ണൻ സർവരുടെയും പിതാവാണ് എന്ന് പറയില്ല. നമ്മളേവരും ബ്രദേഴ്സാണ്. ശ്രീകൃഷ്ണൻ സർവവ്യാപിയാണ് എന്നല്ല. എല്ലാവരും ശ്രീകൃഷ്ണനാവുക സാധ്യമല്ല. അഥവാ എല്ലാവരും ശ്രീകൃഷ്ണനായിരുന്നുവെങ്കിൽ അവരുടെ പിതാവും വേണം. മനുഷ്യർ വളരെയധികം മറന്നുപോയിരിക്കുന്നു, അറിയുന്നില്ല. അതിനാൽ പറയുന്നു, എന്നെ കോടിയിൽ ചിലരാണ് അറിയുന്നത്. ശ്രീകൃഷ്ണനെ ആരും അറിയും. വിദേശത്തുള്ളവരെല്ലാം കൃഷ്ണനെ അറിയുന്നുണ്ട്. ലോർഡ് കൃഷ്ണ എന്ന് പറയുന്നുവല്ലോ. ചിത്രവുമുണ്ട്, യഥാർത്ഥ ചിത്രമില്ല. ഭാരതവാസികളിൽ നിന്നും കേൾക്കുന്നു, കൃഷ്ണൻ്റെ പൂജ വളരെയധികം ഉണ്ടാകുന്നു.
പിന്നെ ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് എഴുതിയിരിക്കുന്നു. ഭഗവാനെ ലോർഡ് എന്ന് പറയാറുണ്ടോ? ലോർഡ് കൃഷ്ണ എന്നാണല്ലോ പറയുന്നത്. ലോർഡ് എന്ന ടൈറ്റിൽ വാസ്തവത്തിൽ വലിയ വ്യക്തികൾക്കാണ് ലഭിക്കുന്നത്. അവരാണെങ്കിൽ എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ അന്ധകാരത്തിൻ്റെ നഗരം എന്ന് പറയുന്നു. ഏതൊരു പതീത മനുഷ്യനെയും ലോർഡ് എന്ന് പറയുന്നു. ഇന്നത്തെ ഈ പതീത മനുഷ്യരെവിടെ? ശിവനും ശ്രീകൃഷ്ണനും എവിടെ? ബാബ പറയുന്നു, നിങ്ങൾക്ക് ഏതൊരു ജ്ഞാനം നൽകുന്നുവോ അത് പിന്നെ അപ്രത്യക്ഷമാകുന്നു. ഞാൻ തന്നെ വന്ന് പുതിയ ലോകം സ്ഥാപിക്കുന്നു. ജ്ഞാനവും ഞാൻ ഇപ്പോൾ തന്നെയാണ് നൽകുന്നത്. ഞാൻ എപ്പോൾ ജ്ഞാനം നൽകുമോ അപ്പോൾ തന്നെയാണ് കുട്ടികൾ കേൾക്കുന്നത്. എനിക്കല്ലാതെ ആർക്കും കേൾപ്പിക്കാൻ സാധിക്കില്ല, അറിയുന്നതേയില്ല. സന്യാസിമാർക്ക് ശിവ് ബാബയെ ഓർമ്മിക്കാൻ സാധിക്കുന്നുണ്ടോ? നിരാകാരനായ ഗോഡിനെ ഓർമ്മിക്കൂ എന്ന് അവർക്ക് പറയാൻ പോലും സാധിക്കുന്നില്ല. എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? വളരെയധികം വിദ്യാസമ്പന്നരായ മനുഷ്യർ പോലും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ശ്രീകൃഷ്ണൻ ഭഗവാനല്ല. മനുഷ്യരാണെങ്കിൽ കൃഷ്ണനെ തന്നെ ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര വ്യത്യാസമുണ്ടായിരിക്കുകയാണ്. ബാബ കുട്ടികളെ ഇരുന്ന് പഠിപ്പിക്കുന്നു. ആ ഒന്ന് പിതാവും ടീച്ചറും ഗുരുവുമാണ്. ശിവ് ബാബ എല്ലാവർക്കും ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. മനസ്സിലാക്കാത്തത് കാരണം ത്രിമൂർത്തിയിൽ ശിവനെ വെക്കുന്നതേയില്ല, ബ്രഹ്മാവിനെ വെക്കുന്നു. അതിനെ പ്രജാപിത ബ്രഹ്മ എന്ന് പറയുന്നു. പ്രജകളെ രചിക്കുന്നവനാണ്. എന്നാൽ അതിനെ ഭഗവാൻ എന്ന് പറയില്ല. ഭഗവാൻ പ്രജകളെ രചിക്കുന്നില്ല. എല്ലാ ആത്മാക്കളും ഭഗവാന്റെ സന്താനങ്ങളാണ്. പിന്നെ ആരിലൂടെയെങ്കിലും പ്രജയെ രചിക്കുന്നു. നിങ്ങളെ ആരാണ് അഡോപ്റ്റ് ചെയ്തത്? ബ്രഹ്മാവിലൂടെ ബാബ അഡോപ്റ്റ് ചെയ്തു. എപ്പോഴാണോ ബ്രാഹ്മണരാകുന്നത് അപ്പോൾ തന്നെയാണ് ദേവതയാകുന്നത്. ഈ കാര്യം നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല. പ്രജാപിതാവിനും തീർച്ചയായും പാർട്ടുണ്ട്. ആക്ട് ആവശ്യമാണല്ലോ. ഇത്രയും പ്രജകൾ എവിടെ നിന്നും വരുവാനാണ്? ഗർഭവംശാവലി ആവുക സാധ്യമല്ല. ആ കുഖവംശാവലി ബ്രാഹ്മണർ പറയും, നമ്മുടെ സർനെയിം ബ്രാഹ്മണൻ എന്നാണ്. എല്ലാവരുടെയും പേര് വ്യത്യസ്തമാണ്. പ്രജാപിത ബ്രഹ്മാവ് എന്ന് പറയുന്നത് തന്നെ ശിവബാബ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുമ്പോഴാണ്. ഇത് പുതിയ കാര്യങ്ങളാണ്. ബാബ സ്വയം പറയുന്നു, എന്നെ ആരും അറിയുന്നില്ല, സൃഷ്ടിചക്രത്തെയും അറിയുന്നില്ല. അതിനാൽ ഋഷിമുനിമാരേവരും നേതി നേതി ഇതല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പരമാത്മാവിനെയോ പരമാത്മാവിൻ്റെ രചനയെയോ അറിയുന്നില്ല. ബാബ പറയുന്നു, എപ്പോഴാണോ ഞാൻ വന്ന് എൻ്റെ പരിചയം നൽകുന്നത് അപ്പോൾ തന്നെയാണ് അറിയുന്നത്. ഈ ദേവതന്മാർക്ക് നമ്മൾ ഈ രാജ്യം എങ്ങനെ നേടി എന്ന് അവിടെ അറിയാമായിരിക്കില്ല. ഇവരിൽ ജ്ഞാനം ഉണ്ടായിരിക്കുന്നതേയില്ല. പദവി നേടിക്കഴിഞ്ഞു, പിന്നെ ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല. ജ്ഞാനം വേണ്ടത് തന്നെ സദ്ഗതിക്ക് വേണ്ടിയാണ്. ഇവരാകട്ടെ സദ്ഗതി നേടിക്കഴിഞ്ഞു. ഇത് വളരെ മനസ്സിലാക്കേണ്ട ഗുഹ്യമായ കാര്യങ്ങളാണ്. വിവേകശാലികൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ വൃദ്ധമാതാക്കളിൽ ഇത്രത്തോളം ബുദ്ധി ഉണ്ടായിരിക്കുന്നില്ല. അതും ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഓരോരുത്തർക്കുമുള്ള അവരവരുടേതായ പാർട്ടാണ്. ഹേ ഈശ്വര ബുദ്ധി നൽകൂ എന്ന് പറയില്ല. എല്ലാവർക്കും ഒരേപോലെ ബുദ്ധി ഞാൻ നൽകുകയാണെങ്കിൽ എല്ലാവരും നാരായണനായി മാറിയേനെ. എല്ലാവരും ഒരാൾ മറ്റൊരാളുടെ മുകളിൽ സിംഹാസനത്തിൽ ഇരിക്കുമോ? പിന്നെ എയിം ഓബ്ജക്റ്റ് ഇതാകുന്നതിൻ്റേതാണ്. എല്ലാവരും നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകുന്നത് പുരുഷാർത്ഥം അനുസരിച്ചാണല്ലോ. നമ്മൾ നാരായണനാകും എന്ന അഥവാ എല്ലാവരും കൈ ഉയർത്തുകയാണെങ്കിൽ ബാബയ്ക്ക് ഉള്ളിൽ ചിരി വരുമല്ലോ. എല്ലാവർക്കും ഒന്നുപോലെ എങ്ങനെയാകാൻ സാധിക്കും? നമ്പർ വൈസ് ആണല്ലോ. നാരായണൻ ദി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, എഡ്വേർഡ് ദ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് ഉള്ളതുപോലെ
എയിം ഒബ്ജക്റ്റ് ഇതാണെങ്കിലും സ്വയം മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. പെരുമാറ്റം ഇങ്ങനെയാണെങ്കിൽ എന്ത് പദവി നേടും? പുരുഷാർത്ഥം തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. ബാബ നമ്പർ അനുസരിച്ച് പുഷ്പങ്ങൾ കൊണ്ടുവരുന്നു. നമ്പർ അനുസരിച്ച് പുഷ്പങ്ങൾ നൽകാനും സാധിക്കും. പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല, നിരാശമായി പോകും. ബാബ അറിയുന്നുണ്ട്, നോക്കും ആര് കൂടുതൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നല്ല പുഷ്പമാണ്. പിന്നെ നമ്പർ വൈസ് തന്നെയാണ്. ധാരാളം പഴയവരും ഇരിക്കുകയാണ്. എന്നാൽ അവരിൽ പുതിയ പുതിയ വളരെ വളരെ നല്ല പുഷ്പങ്ങളുണ്ട്. ഇത് നമ്പർ 1 ഓണസ്റ്റ് പുഷ്പമാണ് എന്ന് പറയും. ഏതെങ്കിലും കുഴപ്പമോ ഈർഷ്യയോ മറ്റോ ഇവരിലില്ല. വളരെ പേരിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ തീർച്ചയായും ഉണ്ട്. സമ്പൂർണം എന്ന് ആരെയും പറയാൻ സാധിക്കുന്നില്ല. 16 കല സമ്പൂർണം ആകുന്നതിനു വേണ്ടി വളരെയധികം പ്രയത്നം ആവശ്യമാണ്. ഇപ്പോൾ ആർക്കും സമ്പൂർണമാകാൻ സാധിക്കില്ല. ഇപ്പോൾ നല്ല നല്ല കുട്ടികളിൽ പോലും ഈർഷ്യ വളരെയധികമുണ്ട്. കുറവുകൾ ഉണ്ടല്ലോ. എല്ലാവരും ഏതെല്ലാം പ്രകാരത്തിലുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ബാബ അറിയുന്നുണ്ട്. ലോകത്തിലുള്ളവർ എന്തറിയാൻ? അവർ ഒന്നും മനസ്സിലാക്കുന്നതേയില്ല. വളരെ കുറച്ചു പേരാണ് മനസ്സിലാക്കുന്നത്. ദരിദ്രർ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. പരിധിയില്ലാത്ത ബാബ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ആ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നമ്മുടെ പാപം ഇല്ലാതാകും. നമ്മൾ ബാബയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. ബാബയിൽ നിന്നും പുതിയ ലോകത്തിൻ്റെ സമ്പത്ത് തീർച്ചയായും ലഭിക്കും, 100-ൽ നിന്നും 1-ാം നമ്പർ വരെയും. എന്നാൽ ബാബയെ അറിയുകയും അല്പമെങ്കിലും കേൾക്കുകയും ചെയ്തുവെങ്കിൽ സ്വർഗത്തിൽ തീർച്ചയായും വരും. 21 ജന്മത്തേക്ക് സ്വർഗത്തിൽ വരുന്നത് കുറഞ്ഞ കാര്യമാണോ? ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ 21 ജന്മത്തേക്ക് സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയില്ല. സ്വർഗമേ എവിടെയാണ്? എത്ര മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുത്തിയിരിക്കുകയാണ്. വലിയ വലിയ നല്ല ആൾക്കാരും പറയുന്നു ഇന്നയാൾ സ്വർഗത്തിൽ പോയി എന്ന്. സ്വർഗം എന്ന് ഏതിനെയാണ് പറയുന്നത്? അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. ഇത് കേവലം നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. നിങ്ങളും മനുഷ്യരാണ്, എന്നാൽ നിങ്ങൾ ബ്രാഹ്മണരായിരിക്കുകയാണ്. സ്വയം തന്നെ ബ്രാഹ്മണൻ എന്നു തന്നെയാണ് വിളിക്കുന്നത്. നിങ്ങൾ ബ്രാഹ്മണർക്ക് ഒരു ബാബ് ദാദയുണ്ട്. സന്യാസിമാരോടും നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും, ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ ധർമ്മവും ഉപേക്ഷിച്ച് എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന മഹാവാക്യം അഥവാ ഭഗവാൻ ഉവാച ഉണ്ട്. എന്നെ മാത്രം ഓർമ്മിക്കൂ എന്ന് ഈ പറയുന്നത് ശ്രീകൃഷ്ണനാണോ? നിങ്ങൾ ശ്രീകൃഷ്ണനെ ആണോ ഓർമ്മിക്കുന്നത്? അതെ എന്ന് ഒരിക്കലും പറയില്ല. അവിടെ തന്നെ പ്രസിദ്ധമായേനെ. എന്നാൽ പാവം അബലകൾ പോകുന്നു. അവർ എന്തറിയുവാനാണ്? അവർ തങ്ങളുടെ ഫോളോവേഴ്സിൻ്റെ മുന്നിൽ കോപിക്കുന്നു. ദുർവാസാവ് എന്ന പേരും ഉണ്ടല്ലോ. അവരിൽ അഹങ്കാരം വളരെയധികമുണ്ട്. ഫോളോവേഴ്സ് അനേകമുണ്ട്. ഭക്തിയുടെ രാജ്യമാണല്ലോ. അവരോട് ചോദിക്കാനുള്ള ശക്തി ആരിലുമില്ല. അല്ലാത്ത പക്ഷം അവരോട് പറയാൻ സാധിക്കും, നിങ്ങൾ ശിവ് ബാബയുടെ പൂജ ചെയ്യുന്നു. ഇപ്പോൾ ഭഗവാൻ എന്ന് ആരെ പറയും? കല്ലിലും മൺകട്ടയിലും ഭഗവാൻ ഉണ്ടോ? മുന്നോട്ടു പോകവേ ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും. ഇപ്പോൾ എത്ര ലഹരിയാണുള്ളത്. എല്ലാവരും പൂജാരിയാണ്, പൂജ്യർ എന്ന് പറയില്ല. ബാബ പറയുന്നു, എന്നെ വിരളമായേ ആരെങ്കിലും അറിയുന്നുള്ളൂ. ഞാൻ ആരാണോ എങ്ങനെയാണോ എന്നത് കുട്ടികളായ നിങ്ങളിലും ആരെങ്കിലും ആക്യുറേറ്റായി അറിയുന്നത് വിരളമാണ്. അവർക്ക് ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കും. ഇത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ബാബ തന്നെയാണ് നമുക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നത്. കുബേരൻ്റെ ഖജനാവ് ലഭിക്കുന്നു. അലാവുദ്ദീൻ്റെയും കളി നാടകം കാണിക്കുന്നുവല്ലോ. ഉരസിയപ്പോൾ ഖജനാവ് പുറത്തു വന്നു. വളരെയധികം കളി കാണിക്കുന്നു. ഖുദാ ദോസ്തും ചക്രവർത്തിയും എന്തു ചെയ്തിരുന്നു? അതിനെക്കുറിച്ചും കഥയുണ്ട്. പാലത്തിന്മേൽ ആര് വന്നിരുന്നുവോ അവർക്ക് ഒരു ദിവസത്തെ രാജപദം നൽകി യാത്ര അയക്കുമായിരുന്നു. ഇതെല്ലാം കഥകളാണ്.
ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഖുദ അതായത് ഈശ്വരൻ കുട്ടികളായ നിങ്ങളുടെ സുഹൃത്താണ്. ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് നിങ്ങളുടെ കൂടെ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു, കളിക്കുകയും ചെയ്യുന്നു. ശിവബാബയുടെയും ബ്രഹ്മബാബയുടെയും രഥം ഒന്നു തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ശിവബാബയ്ക്കും കളിക്കുവാൻ സാധിക്കുന്നുണ്ടാകുമല്ലോ. ബാബയെ ഓർമ്മിച്ച് കളിക്കുന്നു. അപ്പോൾ രണ്ടുപേരും ഇതിലുണ്ട്. രണ്ടുപേർ ഉണ്ടല്ലോ, ബാബയും ദാദായും. എന്നാൽ ആരും മനസ്സിലാക്കുന്നില്ല. രഥത്തിൽ വന്നു എന്ന് പറയുന്നു, എന്നാൽ അവർ കുതിരവണ്ടിയുടെ രഥം ഉണ്ടാക്കിയിരിക്കുകയാണ്. ശ്രീകൃഷ്ണനിൽ ശിവബാബ ഇരുന്ന് ജ്ഞാനം നൽകുന്നു എന്നും പറയില്ല. അവർ ശ്രീകൃഷ്ണ ഭഗവാൻ ഉവാച എന്ന് പറയുന്നു, ബ്രഹ്മ ഭഗവാൻ ഉവാച എന്ന് പറയുന്നില്ല. അങ്ങനെയല്ല, ഇത് രഥമാണ്. ശിവ ഭഗവാൻ ഉവാച. ബാബ ഇരുന്ന് കുട്ടികളായ നിങ്ങൾക്ക് തൻ്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെയും പരിചയവും ഡ്യൂറേഷനും പറഞ്ഞു തരുന്നു. ആ കാര്യം ആരും അറിയുന്നില്ല. ആര് സെൻസിബിൾ ആയിരിക്കുമോ അവർ ബുദ്ധിയെ കാര്യത്തിൽ ഉപയോഗിക്കും. സന്യാസിമാർക്കാണെങ്കിൽ സന്യാസം ചെയ്യേണ്ടതുണ്ട്. നിങ്ങളും ശരീരസഹിതം സർവ്വതും സന്യസിക്കുന്നു. ഇത് പഴയ തോലാണ് എന്നത് അറിയുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ പുതിയ ലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ ആത്മാക്കൾ ഇവിടുത്തെ നിവാസികളല്ല, ഇവിടെ പാർട്ട് അഭിനയിക്കാൻ വന്നിരിക്കുന്നു. നമ്മൾ പരംധാമത്തിൽ നിവസിക്കുന്നവരാണ്. അവിടെ എങ്ങനെയാണ് നിരാകാരി വൃക്ഷമുള്ളത് എന്നതും കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. എല്ലാ ആത്മാക്കളും അവിടെ നിവസിക്കുന്നു. ഈ അനാദി ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. എത്ര കോടിക്കണക്കിന് ജീവാത്മാക്കളുണ്ട്. ഇത്രയും പേരേവരും എവിടെ വസിക്കുന്നു? നിരാകാരി ലോകത്തിൽ. പിന്നെ ഈ നക്ഷത്രങ്ങൾ ആത്മാക്കളല്ല. മനുഷ്യർ ഈ നക്ഷത്രങ്ങളെയും ദേവത എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അത് ദേവതയൊന്നുമല്ല. നമ്മൾ ജ്ഞാനസൂര്യൻ എന്ന് ശിവബാബയെ പറയും. അപ്പോൾ ആ ഒന്നിനെ പിന്നെ ദേവത എന്ന് പറയില്ല. ശാസ്ത്രങ്ങളിലാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ഇതെല്ലാം ഭക്തിമാർഗത്തിൻ്റെ സാമഗ്രിയാണ്. അതിലൂടെ നിങ്ങൾ താഴെ തന്നെ വീണുകൊണ്ടുവന്നു. 84 ജന്മങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായും താഴെ ഇറങ്ങുമല്ലോ. ഇപ്പോൾ ഇത് അയൺ ഏജ്ഡ് ലോകമാണ്. സത്യയുഗത്തെ പറയുന്നത് ഗോൾഡൻ ഏജ് ലോകം എന്നാണ്. അവിടെ ആരാണ് വസിച്ചിരുന്നത്? ദേവതമാർ. അവർ എവിടെ പോയി? ഇത് ആർക്കും അറിയില്ല. പുനർജന്മം എടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. ബാബ മനസ്സിലാക്കിച്ചു തന്നു. പുനർജന്മം എടുത്തെടുത്ത് ദേവതയിൽ നിന്നും മാറി ഹിന്ദുവായി തീർന്നു. പതീതമായല്ലോ. മറ്റാരുടെയും ധർമ്മം മാറുന്നില്ല. ഇവരുടെ ധർമ്മം എന്തുകൊണ്ട് മാറുന്നു? ആർക്കും അറിയില്ല. ബാബ പറയുന്നു, ധർമ്മഭ്രഷ്ടവും കർമ്മഭ്രഷ്ടവുമായി. ദേവി ദേവതമാരായിരുന്നപ്പോൾ പവിത്ര ജോഡികളായിരുന്നു. പിന്നെ രാവണ രാജ്യത്തിൽ നിങ്ങൾ അപവിത്രമായി മാറി. അപ്പോൾ ദേവി ദേവത എന്ന് വിളിക്കപ്പെടുക സാധ്യമല്ല. അതിനാൽ ഹിന്ദു എന്ന പേര് വയ്ക്കപ്പെട്ടു. ദേവി ദേവതാ ധർമ്മം ശ്രീകൃഷ്ണ ഭഗവാൻ സ്ഥാപിച്ചതല്ല. തീർച്ചയായും ശിവബാബ തന്നെ വന്ന് സ്ഥാപിച്ചിട്ടുണ്ടാകും. ശിവജയന്തിയും ശിവരാത്രിയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ആ ഒന്ന് വന്ന് എന്താണ് ചെയ്തത് ഇതാർക്കും അറിയില്ല. ഒരു ശിവപുരാണവുമുണ്ട്. വാസ്തവത്തിൽ ശിവൻ്റേത് ഒരു ഗീത തന്നെയാണ്. അത് ശിവബാബ തന്നെയാണ് കേൾപ്പിച്ചത്. മറ്റൊരു ശാസ്ത്രവുമില്ല. നിങ്ങൾ ആരെയും ഹിംസിക്കുന്നുമില്ല. നിങ്ങളുടെ ഏതെങ്കിലും ശാസ്ത്രം ഉണ്ടാകുന്നില്ല. നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് പോകുന്നു. സത്യയുഗത്തിൽ ഏതെങ്കിലും ശാസ്ത്രമോ ഗീതയോ മറ്റോ ഉണ്ടായിരിക്കുകയില്ല. അവിടെ ആര് പഠിപ്പിക്കുവാനാണ്? അവരാണെങ്കിൽ പറയുന്നു, ഈ വേദശാസ്ത്രങ്ങളും മറ്റും പരമ്പരയായി തുടർന്നു വരുന്നു എന്ന്. അവർക്ക് യാതൊന്നും അറിയില്ല. സ്വർഗത്തിൽ ഏതെങ്കിലും ശാസ്ത്രങ്ങളോ മറ്റോ ഉണ്ടായിരിക്കുന്നില്ല. ബാബ ദേവതയാക്കി മാറ്റി. സർവരുടെയും സദ്ഗതി ഉണ്ടായി. പിന്നെ ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിൻ്റെ എന്താവശ്യമാണുള്ളത്? അവിടെ ശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കുകയില്ല.
ഇപ്പോൾ ബാബ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ താക്കോൽ നൽകി. അതിലൂടെ ബുദ്ധിയുടെ പൂട്ട് തുറന്നു. മുൻപ് പൂട്ട് പൂർണ്ണമായും അടഞ്ഞിരിക്കുകയായിരുന്നു. ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല. ശരി, മധുരമധുരമായ സിഖിലത്തെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആരോടും ഈർഷ്യയോ മറ്റോ ഉണ്ടാകരുത്. കുറവുകൾ നീക്കി സമ്പൂർണമാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. പഠനത്തിലൂടെ ഉയർന്ന പദവി നേടണം. ശരീരസഹിതം സർവ്വതും സന്യസിക്കണം. ഒരു പ്രകാരത്തിലുമുള്ള ഹിംസ ചെയ്യരുത്. അഹങ്കാരം വയ്ക്കരുത്. വരദാനം: അവിനാശിയും പരിധിയില്ലാത്തതുമായ അധികാരത്തിൻ്റെ സന്തോഷത്തിലൂടെയും ലഹരിയിലൂടെയും സദാ നിശ്ചിന്തമായി ഭവിക്കട്ടെ. ലോകത്തിൽ വളരെയധികം പ്രയത്നിച്ചാണ് അധികാരം നേടുന്നത്. താങ്കൾക്ക് പ്രയത്നമില്ലാതെ അധികാരം ലഭിച്ചു. കുട്ടിയാവുക എന്നാൽ അധികാരം നേടുക എന്നാണ്. ആഹാ, ഞാൻ ശ്രേഷ്ഠ അധികാരിയായ ആത്മാവാണ്. ഈ പരിധിയില്ലാത്ത അധികാരത്തിൻ്റെ ലഹരിയിലും സന്തോഷത്തിലും ഇരിക്കൂ. അപ്പോൾ സദാ നിശ്ചിന്തമായിരിക്കും. ഈ അവിനാശി അധികാരം നിശ്ചിതം തന്നെയാണ്. എവിടെ നിശ്ചിതമായിരിക്കുന്നുവോ അവിടെ നിശ്ചിന്തമായിരിക്കും. തൻ്റെ സർവ ഉത്തരവാദിത്വങ്ങളും ബാബയെ ഏൽപ്പിക്കൂ. അപ്പോൾ എല്ലാ ചിന്തകളിൽ നിന്നും മുക്തമായിക്കൊള്ളും. സ്ലോഗൻ: ഉദാരചിത്തരും വിശാല ഹൃദയമുള്ളവരും ആരാണോ അവർ തന്നെയാണ് ഏകതയുടെ അടിസ്ഥാനം. ഓം ശാന്തി. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. ശാന്തത എൻ്റെ നൈസർഗിക ഗുണമാണ്. ഈ ശാന്തസ്വരൂപ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ ഒരു പ്രഭാവലയം എനിക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെടുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ അഗാധ തലങ്ങളിൽ എത്തിച്ചേരവേ അലൗകികമായ ആത്മസംതൃപ്തിയുടെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ആത്മാനുഭൂതിയുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശിവബാബയുടെ ദിവ്യ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നു. ജ്ഞാന സൂര്യനായ ശിവബാബയിൽ നിന്നും ദിവ്യ പ്രകാശകിരണങ്ങൾ ദിവ്യ ബുദ്ധിയിലൂടെ ഞാൻ ഗ്രഹിക്കുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ശക്തി
എന്നിൽ നിറയുന്നു. ശാന്തിയുടെയും പവിത്രതയുടെയും ഈ ദിവ്യപ്രകാശം സ്വീകരിച്ച് ഞാൻ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ദാനം ചെയ്യുന്നു. ഈ ദിവ്യപ്രകാശം സമസ്ത വിശ്വത്തിലെ ആത്മാക്കളെയും സ്പർശിക്കുമ്പോൾ അവരും ശാന്ത സ്വരൂപ അവസ്ഥയിൽ സ്ഥിരത കൈവരിക്കുന്നു. ശാന്തിയുടെ സാഗരമായ ശിവപരമാത്മാവുമായി മാനസികമായി സംയുക്തമായിരുന്ന് ശാന്തിയുടെ കിരണങ്ങൾ വിശ്വമാകെ പ്രസരിപ്പിക്കുമ്പോൾ വിശ്വം മുഴുവനും പരമാത്മാ ശാന്തിയുടെ പ്രഭാവത്താൽ ശാന്തിയാകുന്ന ഗുണത്താൽ സമൃദ്ധമാകുന്നു.